ഇസ്രായേലിനെ ഭരിച്ച ഇടയന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബലഹീനമായതിനെ ശക്തീകരിക്കാത്ത ഇടയന്മാരായിരുന്നു. ദീനം പിടിച്ചതിനെ ചികിത്സിക്കാത്ത ഇടയന്മാര്, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടാത്ത ഇടയൻ, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്താത്തിടയൻ, കാണാതെ പോയതിനെ എന്നാൽ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ ബലഹീനതയെ ശക്തീകരിക്കുന്നിടയനാ. ദീനം പിടിച്ചതിനെ സൗഖ്യമാക്കുന്നിടയനാ, ചികിത്സിക്കുന്നിടയനാ, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുന്നിടയനാ, ചിതറിപ്പോയതിനെ തിരിഞ്ഞു പിടിക്കുന്നൊരിടയനാ, കാണാതെ പോയതിനെ കണ്ടെത്തുന്നൊരിടയൻ. ആ ഒരിടയനെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുവാനിടയായി തീരാം. പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വായിച്ച സങ്കീർത്തനം എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നല്ലവണ്ണം പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ്. 23-ാം സങ്കീർത്തനം ഏത് കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും കാണാപ്പാഠം പറയുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ, ജീവിതത്തിന്റെ മേടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സങ്കീർത്തനം എന്റെ സങ്കീർത്തനമാണെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളെ നാം പരിശോധിച്ചു കഴിയുമ്പോൾ ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ റാണി എന്ന്. ഇതിലെ 1 മുതലുള്ള വാക്യങ്ങളൊക്കെ നാം വായിച്ചു കഴിഞ്ഞാൽ ഒരുവന്, അല്ലെങ്കിൽ ദാവീദിന്റെ സങ്കീർത്തനമായി സങ്കീർത്തനം ദാവീദ് പറയുക, അവനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തെ നമുക്കിതിനകത്ത് കാണുവാൻ കഴിയുകയാണ്. അതിനുള്ള കാരണങ്ങൾ തുടർന്നുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുകയാണ്. അല്ലെങ്കിൽ ഇടയൻ എന്ന നിലയിൽ ദൈവത്തിന് ലഭിച്ച പരിപാലനത്തെ ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ശത്രുക്കളുടെ മുമ്പിൽ തനിക്ക് ലഭിച്ച ദൈവത്തിന്റെ വലിയ നടത്തിപ്പുകൾ, പരിപാലനമൊക്കെയും ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. 22-ാം സങ്കീർത്തനം നാം ചിന്തിച്ചു കഴിയുമ്പോൾ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അതിനകത്തും നല്ലവണ്ണം വരച്ചു കാണിച്ചിരിക്കുകയാണ്. എന്നാൽ 23-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആടുകളുടെ വലിയ ഇടയനായ കർത്താവായ യേശുവിനെ ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഹീബ്രുവില് യഹോവ ഇടയൻ എന്നുള്ളതിന് യഹോവ റോയി എന്ന് പറയുന്നത്. യഹോവയുടെ 16 നാമങ്ങളിൽ ഒരു പേരാണ് യഹോവ റോയി. യഹോവ റാഫ, യഹോവ നിസ്സി, യഹോവ ഷമ്മ എന്നുള്ള വാക്കുകൾ ഇങ്ങനെ തുടർച്ചയായി പറയുന്നത് പോലെ അതിൽ യഹോവയുടെ നാമത്തെ ഒരു നാമമാ യഹോവ റോയ്, യഹോവ എന്റെ ഇടയൻ. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നാം പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ജനത്തെയും അവരെ നടത്തിയ ദൈവത്തെയും തമ്മിൽ ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തെ സ്പഷ്ടമായി പറയുക. ഇടയനും ആടുകളും. കാരണം വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ. പാറയായ ഇടയൻ, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ. സങ്കീർത്തനം 80-1 പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ഇടയൻ. ഹല്ലേലൂയ. കാരണം അവരെ നടത്തിയ നടത്തിപ്പുകൾ ഓർത്താൽ, അവരെ പോറ്റി പുലർത്തിയ വഴികൾ ഓർത്താൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും സാധ്യമല്ലെന്ന് വിചാരിച്ച സ്ഥാനങ്ങളിന്മേലൊക്കെയും ഈ ഇടയൻ അവരെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ തങ്ങളുടെ ജീവിതത്തിൽ കണ്ടൊരു ജനമായി ഇസ്രായേൽ ജനം.
ഒരു ശത്രുവും നോക്കുവാനിടയാക്കാതെ വണ്ണം പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും ഇസ്രായേൽ ജനത്തെ നടത്തിയ ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. ചെങ്കടൽ കടന്നു വന്നപ്പോൾ ഈ ഇടയൻ മാറിപ്പോയില്ല. ചെങ്കടലിന്റെ മുമ്പിൽ മധ്യത്തിൽ പ്രൈസ് ദി ലോർഡ് വഴിയെ തുറന്ന് അവരെ അക്കരെ എത്തിച്ചൊരു ഇടയൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാറ കടന്നു വന്നപ്പോൾ, കൈപ്പായുള്ള വെള്ളം കടന്നു വന്നപ്പോൾ ജനം പിറുപിറുത്തുവെങ്കിലും ആ പിറുപിറുപ്പിനെയൊക്കെയും ഹല്ലേലൂയ മാറ്റിവെച്ചിട്ട് പ്രൈസ് ദി ലോർഡ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇടയൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിറുപിറുപ്പുകൾ കേട്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ പിറുപിറുപ്പുകളെയോ നമ്മുടെ വിദ്വേഷങ്ങളെയോ നമ്മുടെ ദേഷ്യങ്ങളെയോ ഒന്നും നോക്കാതെ ആ വിഷയത്തിന് നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചൊരു ഇടയനുണ്ട്. അതുകൊണ്ട് പറയാം, നമ്മുടെ മിടുക്ക് കൊണ്ടല്ലെന്ന്, നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഇന്ന് പകൽക്കാലം ആ ഇടയന് നമ്മോടുള്ളൊരു സ്നേഹമുണ്ട്, ആ ഇടയന് നമ്മളുടെ കരുതലുണ്ട്, ആ ഇടയന് നമ്മളുടെ പരിപാലനമുണ്ട്. ആ നടത്തിയ വിധങ്ങളെ ഓർത്താൽ, പാട്ടുകാരൻ പാടുന്നത് പോലെ, നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ. പ്രൈസ് ദി ലോർഡ്. ആ നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകിടാതിരിക്കും വഴി പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഈ ഇടയനെ അനുസരിച്ച് നടന്നാൽ ലഭിക്കുന്ന 14 വിധ അനുഗ്രഹങ്ങൾ ഈ വാക്യങ്ങളിലുണ്ട്. അതൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിൽ ഇടയൻ എന്ന വാക്ക് ദൈവത്തിന് നമ്മോടുള്ള കരുതലും നടത്തിപ്പും സ്നേഹമൊക്കെയും വെളിപ്പെടുത്തുന്ന വാക്കാണ്. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുവാൻ തക്കവണ്ണം ചേർന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു. ആ നല്ല ഇടയന്റെ പ്രത്യേകത ഇവിടെ പറയുക. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആ 10-ന്റെ 15-ാം വാക്യത്തിൽ പിന്നെ വീണ്ടും പറയുക, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജീവനെ കൊടുത്തത് നിമിത്തമാ ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ നമുക്കായിരിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആർക്കും വിടുവിക്കുവാൻ കഴിയാതെ പാപത്തിന്റെ നാശകരമായ കുഴിയിൽ കിടന്ന നമ്മെ ഹല്ലേലൂയ വീണ്ടെടുപ്പ് വിലയായ തന്റെ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തതോർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ഈ ലോകത്തിന്റെ ഇടയന്മാരൊക്കെയും അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ഇടയന്മാരൊക്കെയും തന്റെ വഴിക്കും തന്റെ ഇഷ്ടത്തിനും അവരുടെ പുരോഗതിക്കും അവരുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയും കാരണമായി തീർന്നു. കാരണം എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 34-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കണമെങ്കിൽ എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം, ആമേൻ, അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കുക. നീ പ്രവചിച്ചവരോട് ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ അവർ മേയിക്കേണ്ടത്. ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്തു? ചില ഇടയന്മാരിൽ ഏൽപ്പിക്കുമിടയെ തീർന്നപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്നറിയാം? ആ ഇടയന്മാരുടെ പ്രത്യേകത, അവർ തങ്ങളെ തന്നെ സേവിക്കുവാൻ തക്കവണ്ണം, തങ്ങളെ തന്നെ മേയ്ക്കുവാൻ തക്കവണ്ണം ഇടയെ തിരികെ. ആടുകളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ആടുകൾ എങ്ങനെ വേണേലും പോയാൽ അവർക്കൊരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. വേണ്ടവണ്ണം നടത്തുവാൻ കഴിയില്ലാതെ ഈ ഇടയന്മാരൊക്കെയും ആയിത്തീരുകയാണ്.
ഹല്ലേലൂയ. ഇവിടെ വായിക്കും, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഇന്നത്തെ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സഭകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പല ഇടയന്മാരും, പ്രൈസ് ദി ലോർഡ്, അത് ഏത് സമൂഹമെന്നില്ല, ഇടയന്മാരെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനത്തെ വേണ്ടവണ്ണം ആത്മീയതയിലേക്ക് നയിക്കുവാൻ കഴിയാതെ, പാപത്തിൽ നിന്നും അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാതെ, അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ, പ്രൈസ് ദി ലോർഡ്, ഇന്നും വിഗ്രഹാരാധനയിലും മറ്റുള്ള ആചാരങ്ങളിലും ഒക്കെയും നിറവേറ്റിക്കൊണ്ട് ജനത്തെ വശീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയന്മാരോട് ദൈവം പറയുന്ന അവർക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേണ്ടാത്ത ഒത്തിരി ആചാരങ്ങളുള്ള ആരാധനകളുണ്ട്, നടത്തിപ്പുകാരുണ്ട്. ഇവരൊക്കെയും ജനം ചർച്ചുകൾക്കകത്ത് നിന്ന്, പള്ളിക്കകത്ത് നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പുകവലിച്ചാലും കുഴപ്പമില്ല, മദ്യപിച്ചാലും കുഴപ്പമില്ല, എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ സഭയുടെ അംഗങ്ങളായിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന അനേക ഇടയന്മാർ, അവർക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവർ ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്. പിന്നെ കാണുന്നത്, നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു, ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ലതാനും. ഇവിടെ ആടിന്റെ മേധസ് തിന്നും, ആടിന്റെ ദശാംശം മേടിക്കും, സ്വത്രാഴ്ച മേടിക്കും. അവരിടയന്മാര് നല്ലവണ്ണം സഞ്ചരിക്കും, നല്ല നല്ല വാഹനങ്ങൾ മേടിക്കും, ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കും. പക്ഷേ ഇവിടെ കാണുന്നത്, നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. പണമുള്ളവനുണ്ടല്ലോ, ധനവാനുണ്ടല്ലോ, സഭയ്ക്കകത്ത്, ചർച്ചിനകത്ത്, അവനെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാ. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ, സ്വന്തം കാര്യ സ്ഥാനങ്ങൾക്ക് വേണ്ടിയൊക്കെയും അവനെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കാണുന്നത്, ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ലതാനും. അവരുടെ എല്ലാം വേണം, പക്ഷെ അവരെ നടത്തേണ്ട വിധത്തിൽ നടത്തുവാൻ കഴിയാത്ത ഇടയന്മാരെ കുറിച്ച് യഹോവയായ ദൈവം പറയുന്നത്, അവർക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അനേക കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പിന്നെയും പറയുമ്പോൾ അതിന്റെ 4-ാം വാക്യം അവിടെ പറയുന്നത്, നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിന് മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും അവയെ ഭരിക്കുന്നു. ഈ ഇടയന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇസ്രായേലിനെ ഭരിച്ച ഇടയന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബലഹീനമായതിനെ ശക്തീകരിക്കാത്ത ഇടയന്മാരായിരുന്നു. ദീനം പിടിച്ചതിനെ ചികിത്സിക്കാത്ത ഇടയന്മാര്, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടാത്ത ഇടയൻ, ചിതറിപ്പോയതിനെ തിരിച്ചു വരാത്ത ഇടയൻ, വരുത്താത്തിടയൻ, കാണാതെ പോയതിനെ അന്വേഷിക്കുന്ന ഇടയൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ ബലഹീനതയെ ശക്തീകരിക്കുന്ന ഇടയനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദീനം പിടിച്ചതിനെ സൗഖ്യമാക്കുന്ന ഇടയനാ, ചികിത്സിക്കുന്ന ഇടയനാ, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുന്ന ഇടയനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിതറിപ്പോയതിനെ തിരിഞ്ഞു പിടിക്കുന്ന ഒരു ഇടയനാ. കാണാതെ പോയതിനെ കണ്ടെത്തുന്നൊരിടയൻ. ആ ഒരു ഇടയനെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുവാൻ തീരാം.
ഈ ലോകത്തിലെ ഇടയന്മാരൊക്കെയും തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി, തങ്ങളുടെ ഹിതത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ബലഹീനമായതിനെ കാണുവാൻ കഴിയാതെ, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുവാൻ കഴിയാതെ, ഒടിച്ചതിനെ മുറിവ് കെട്ടുവാൻ കഴിയാതെ, ചിതറിപ്പോയതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ, കാണാതെ പോയതിനെ കണ്ടെത്തുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ നമ്മുടെ നല്ല ഇടയൻ ആരാന്നറിയാവോ? ബലഹീനനെ ശക്തീകരിക്കുന്ന ഇടയൻ. ഓ ഹല്ലേലൂയ! നീ ക്ഷീണിച്ചിരിക്കുകയാണോ? നിന്നെ ബലപ്പെടുത്തുന്ന ഇടയനാവൻ, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഇടയനാ, നിന്നെ സൗഖ്യമാക്കുന്ന ഇടയനാ, നിന്റെ മുറിവുകളെ കെട്ടുന്ന ഇടയനാ. കാലേ മുറിവുണ്ട കയ്യെ കൊണ്ട് കെട്ടുന്നവനല്ലെന്ന്. കാലേ മുറിവുണ്ടെങ്കിൽ കാലേ തന്നെ നിന്റെ മുറിവുകളെ കെട്ടുന്നൊരു ദൈവമാണ്. ഇന്ന് പകൽക്കാലം മുറിവേറ്റ ഹൃദയവുമായി, മുറിവേറ്റ തകർന്ന ഹൃദയവുമായി ആരെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, യഹോവ എന്റെ ഇടയൻ, അവൻ നല്ല ഇടയൻ, എന്റെ മുറിവുകളെ കെട്ടുവാൻ കഴിവുള്ള ഒരു ഇടയനാവനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇവിടെ നമുക്ക് നമ്മുടെ നല്ല ഇടയനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ 34:11 മുതൽ 29 വരെയുള്ള വാക്യങ്ങളൊക്കെയും പ്രവചന അടിസ്ഥാനത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടേണ്ട വചനങ്ങളാ, നിവൃത്തിയാകുവാനുള്ള വചനങ്ങളാ. അതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തീരും. സമയമില്ലാത്തതിന്റെ പേരിലാണ് ഞാനത് വായിപ്പിക്കാത്തത്. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ കർത്താവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹവാനായ ഇടയൻ നമ്മെ കരുതുവാൻ തക്കവണ്ണം ഇവിടെ എത്തിരിക്കുക, നമ്മളെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇവിടെ എത്തിരിക്കുക. ആ നടത്തിപ്പുകളാണ് 34-ാം അധ്യായം, എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ഇവിടെ കാണുവാൻ കഴിയും. 11ന്റെ അവസാന വാക്യങ്ങൾ, അവൻ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും. വിടുവിക്കുന്നൊരിടയൻ. ആമേൻ, ഹല്ലേലൂയ. നീ ചിതറിപ്പോയോ, നശിക്കപ്പെട്ടോ? ഇസ്രായേൽ ജനത്തെ ഇതുപോലെ വിടുവിക്കുന്നൊരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഇനി വരാനുള്ള ഒരു പ്രവചനമായത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഈ നല്ല ഇടയനായ കർത്താവ് യേശു ക്രിസ്തു നിന്നെ ഏത് സാഹചര്യങ്ങളിൽ നിന്നും, ഏത് അവസ്ഥയിൽ നിന്നും, ഏത് പാപ അന്ധകാരത്തിൽ നിന്നും, ഏത് രോഗ അവസ്ഥകളിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഒരിക്കലും വിടുതൽ കാണത്തില്ലെന്ന് വിചാരിച്ച അനേകം വ്യക്തി ജീവിതങ്ങളെ വിടുവിച്ച ദൈവമാ. ഒരിക്കലും ഈ ആത്മീയത്തിലേക്ക് കടന്നു വരത്തില്ല. പാപ അന്ധകാരമാകുന്ന ലോകത്തിൽ തകർന്നു പോകുമെന്ന് ചിന്തിച്ച അനേക ജനത്തെ മാറ്റി എഴുതിയ ദൈവത്തിന്റെ വചനമാണ് നാം പറയുന്നത്. ഈ ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവയെ അവന്റെ വായിൽ നിന്ന് വിടുവിക്കും. ചെന്നായും സിംഹവും കരടിയും ഒക്കെയും കടന്ന് മൃഗത്തെ അല്ലെങ്കിൽ ആടിനെ അവൻ കാണാൻ വരുന്നതല്ല, കടിച്ചു കീറാൻ വേണ്ടി, കൊന്നുകളയാൻ വേണ്ടി, വിഴുങ്ങിക്കളയാൻ വേണ്ടി വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് വിചാരിച്ച് അല്ലിയെ ചുറ്റി തിരിഞ്ഞു നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അതിന്റെ വായിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ഇടയൻ, നല്ല ഇടയൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുന്ന ഇടയൻ.
ഇസ്രായേൽ ജനത്തെ ഒക്കെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം നമ്മെ ശത്രുവിന്റെ സാമ്രാജ്യത്തിനകത്തു നിന്നും പ്രൈസ് ദി ലോർഡ് തന്റെ സ്വന്തം രക്തത്താൽ പ്രൈസ് ദി ലോർഡ് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത് പ്രൈസ് ദി ലോർഡ് വീണ്ടെടുപ്പ് വില കൊടുത്ത് തന്റെ രക്തം ചീന്തി നമ്മെ വിലയ്ക്ക് മേടിച്ച് തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി വെച്ച കൃപകളെ ഓർത്ത് ഇന്ന് പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാമോ? ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നല്ല മേച്ചിൽ പുറത്ത് നമ്മെ മേയ്ക്കുന്ന ഒരു ദൈവം. അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കാണാതെ പോയതിനെ അന്വേഷിക്കുന്ന ഇടയൻ. പിന്നെ അതിനകത്ത് തന്നെ പറയുക, ഒടിഞ്ഞതിന് മുറിവ് കെട്ടുന്ന ഇടയൻ. മുമ്പ് നമ്മൾ ഒരു ഇടയന് അല്ലിയ ഇസ്രായേലിലെ ഇടയന്മാരെ കുറിച്ച് കണ്ടു. ഇതൊന്നും ചെയ്യാത്ത ഇടയന്മാർ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, ഒടിഞ്ഞു കളഞ്ഞതിനെ അല്ലെങ്കിൽ ഒടിഞ്ഞതിനെ അതിനെ മുറിവിനെ കെട്ടുവാൻ തക്കമിടയാക്കുന്ന ഇടയൻ. പിന്നെ അതിനകത്ത് തന്നെ പറയുക, 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. 16-ാം വാക്യ അവസാനം, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടെ അവയെ മേയ്ക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദീനം പിടിച്ചതിനെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന ഇടയൻ. ഓ ഹല്ലേലൂയ. ഈ ഇടയന്റെ അടുക്കൽ നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൊണ്ടും ഒരു വിഷയത്തിന് നടുവിലും ഭാരപ്പെടാതെ പ്രൈസ് ദി ലോർഡ് പൂർണ്ണമായി വിശ്വസിക്കണം, എന്റെ ഇടയൻ എന്നെ നടത്താൻ ശക്തനായ ഇടയനാണ്, എന്നെ പരിപാലിക്കുവാൻ ശക്തനായ ഇടയനാണെന്ന്, എന്നെ പോറ്റി പുലർത്തുവാൻ ശക്തനായ ഇടയനാണെന്ന്. അതുകൊണ്ടാണ് അതിന്റെ 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയുക. 28-ാം വാക്യം ഒന്ന് വായിക്കുമിടയെ തീര, അവർ ഇനി ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല, കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല, അവർ നിർഭയമായി വസിക്കും, ആരും അവയെ ഭയപ്പെടുത്തുകയുമില്ല. ഈ ഇടയന്റെ കീഴിൽ ആയിരിക്കുന്ന ആടിനെ കുറിച്ച് പറയുക, കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല. നിന്നെ ഒരു ശക്തിക്കും തൊടുവാൻ കഴിയാതെ നിന്നെ പരിപാലിക്കുന്ന നല്ലൊരു ഇടയൻ ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. നിന്റെ ഭവനത്തെ വിഴുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട്, നിന്നെ വിഴുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ തലമുറകളെ വിഴുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന സകല ശത്രുവിന്റെ ശക്തികളെയും പരാജയപ്പെടുത്തിയ ഒരു ഇടയൻ. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കണേ തീരണം. എന്റെ കുടുംബത്തിനെതിരെ കടന്നു വരുന്ന, എന്നെ വിഴുങ്ങിക്കളയും, എന്റെ കുടുംബത്തെ വിഴുങ്ങിക്കളയും എന്നൊക്കെ പറഞ്ഞ് കടന്നു വരുന്ന സകല ശക്തികളെയും ഓടിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ ശക്തിയുള്ള ഒരു ഇടയൻ എന്റെ കൂടെയുണ്ട്. അവിടെ പറയുന്ന, അവർ നിർഭയമായി വസിക്കും, ആരും അവയെ ഭയപ്പെടുത്തുകയില്ല. ഒരു ശക്തിക്ക് നിന്നെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു മന്ത്രവാദ ശക്തിക്കും, ഒരു ആഭിചാര ശക്തിക്കും, ഒരു കൂടോത്രത്തിനും നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. കാരണം നീ ആരാധിക്കുന്ന ദൈവം സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സകലത്തെയും ചമച്ച ദൈവം, സകലത്തെയും ഉടച്ച ദൈവം, സകലത്തെയും വാർത്തെടുത്ത ദൈവം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഒരിക്കൽ ഹല്ലേലൂയ ഒരു യോഗ്യതയുമില്ലാതിരുന്ന നാം ഇവിടെ ആയിരുന്നെന്ന് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. നാം എങ്ങനെയായിരുന്നു? നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളെ ആത്മാക്കൾ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു.
തെറ്റി ഉഴലുന്ന ആടുകൾ നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ഹിതം പോലെ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് ജീവിച്ച നാളുകൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും, എന്തൊക്കെ പാപങ്ങളിലേക്ക് പോയാലും ഒരു കുറ്റബോധവും ഇല്ലാതെ ജീവിച്ചിരുന്ന ആളുകൾ. ഹല്ലേലൂയ. തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ, തെറ്റി ഉഴലുന്ന ആടുകൾക്ക് ഒരു എൻഡില്ല. ഇങ്ങനെ ഉഴന്ന് നടക്കുകയാണ്. എവിടെ ചെന്ന് കയറുമെന്നോ ഏത് മൃഗത്തിന്റെ വായിൽ ചെന്ന് അകപ്പെടുമെന്നോ ഒന്നും ഒരു ബോധമില്ല. നമുക്കറിയാം, ഒറ്റയ്ക്ക് നടക്കുന്ന മൃഗങ്ങളെയൊക്കെയും കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനേ തീരും. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം: പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ, ദൈവസന്നിധിയിൽ വേർപാടില്ലാതെ, വിശുദ്ധിയില്ലാതെ ഉഴന്നു നടക്കുന്ന അവസ്ഥയാണെങ്കിൽ അല്ലെ ശത്രുവാകുന്നവൻ വിഴുങ്ങുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കൂട്ടായ്മയിൽ, പ്രാർത്ഥനയിൽ, ദൈവസന്നിധിയിൽ ഒരുമിച്ച് ജാഗരിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിന്മേൽ ജയമെടുത്ത് അല്ലിയ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്നെ വിടുവിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന ആ ഇടയൻ നിന്നെ സൂക്ഷിക്കുവാൻ തീരും. ഇവിടെ പറയുന്നത് നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ മേലുള്ള വാക്കിലേക്ക് നാം കാണുമ്പോൾ കാണുവാൻ കഴിയുന്നത്, നമുക്ക് വേണ്ടി നമ്മെ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആമേ ഒരു പാപവും ചെയ്യാത്തവനെ ഹല്ലേലൂയ ആ ഇടയൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീരുന്ന അവസ്ഥ. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ ഇവിടെ കാണുകയാണ്. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയില്ല, വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയനാടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞവൻ ഹല്ലേലൂയ അനേക ശകാരങ്ങൾ ഏറ്റിട്ടും, അനേക കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും, ശരീരം മുഴുവൻ മുറിവേറ്റിട്ടും തള്ളി പറയാതെ നമ്മെ വിടുവിക്കുവാൻ വേണ്ടി, തന്റെ ആടുകളെ വിടുവിക്കുവാൻ വേണ്ടി തന്റെ രക്തം ഈറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം അവസാന തുള്ളി രക്തത്തോളം ആടുകൾക്ക് വേണ്ടി ചീത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഓർത്തുന്ന പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 119 സങ്കീർത്തനം അതിന്റെ 176 വാക്യത്തിൽ പറയുന്നത് പോലെ, കാണാതെ പോയ ആടുകളെ പോലെ ഞാൻ തെറ്റിപ്പോയിരുന്നു. കാണാതെ പോയ ആടിനെ പോലെ ഞാൻ തെറ്റിപ്പോയിരുന്നു. Glory to God. Glory to God. Amen. 10 വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, കാണാതെ പോയത് തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇന്ന് പകൽക്കാലം തെറ്റിപ്പോയ, ഉഴഞ്ഞുപോയ സ്ഥാനത്ത് എന്നെ തേടി വന്നൊരിടയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ചർച്ചക്കാർക്ക്, ബന്ധുമിത്രാദികൾക്ക്, മാതാപിതാക്കന്മാർക്ക്, മറ്റുള്ളവർക്ക് വേണ്ടാതെ ഉഴഞ്ഞു നടന്ന അവസ്ഥകളിൽ മേൽ എന്നെ തേടി വന്നൊരു നല്ല ഇടയൻ. ഇടയനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാ. Glory to God. Glory to God. അതുകൊണ്ട് സുവിശേഷത്തിൽ പിന്നെയും പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്,
ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുക്കപ്പെട്ടവരാ ഈ മീറ്റിംഗിലായിരിക്കുന്നത്, ഈ ആരാധനയിലായിരിക്കുന്നവര്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആടുകളുടെ ഇടയൻ, ആ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തത് യെശയ്യാ പ്രവാചകൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശ് മരണത്തിന് 740 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവചിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യെശയ്യാ പ്രവചന പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തത് പ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിൽക്കുന്ന യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ അവന് രൂപഗുണമില്ല. ഇതാരാ എന്ന് ചോദിക്കത്തക്കവണ്ണം, യേശുവിനെ നോക്കി ഇതാരാ നിൽക്കുന്നതെന്ന് പറയത്തക്കവണ്ണം ഒരു രൂപസാദൃശ്യമില്ലാത്തൊരു വ്യക്തി ജീവിത കോലമായി നിൽക്കുകയാ. Glory to God. കാരണം എന്താണെന്നറിയാമോ? പുറം മുഴുവൻ ചാലുപോൽ കീറി, അവൻ മുഖത്തെ താടി രോമങ്ങൾ റോമൻ നാണയത്തുട്ടുകൾ കൊണ്ട് പറിച്ചെടുത്ത് മുഖം വികൃതമായിട്ട്, ഹല്ലേലൂയ, ചോരപ്പാടുകൾ, ചോര ഇറ്റിറ്റ് വീഴുന്ന അവസ്ഥകൾ, ആമേൻ, ശരീരം മുഴുവൻ വേദനിക്കുന്ന അവസ്ഥയിൽ ഇവിടെ പറയുക അവന് രൂപഗുണമില്ല, അവന് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഓ ജീസസ്, ഈ അവസ്ഥയിൽ കടന്നു വരുവാൻ കാരണമാരാ? നാം ഓരോരുത്തരുമാണ്. തെറ്റി ഒഴിയുന്ന ആടുകളെ പോലെ നാം ആയിരുന്ന അവസ്ഥയിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാ ഈ കർത്താവ് ഈ പങ്കപ്പാടുകൾ ഏൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. Glory to God. അതിന്റെ അടുത്ത വാക്യങ്ങൾ പറയുന്നത് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രം, രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം കറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 33 തിരുവയസ്സിൽ ആയിരിക്കുന്ന ഒരു കോലം കണ്ടോ? ആമേൻ. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട അവസ്ഥ, Glory to God. ത്യജിക്കപ്പെട്ട അവസ്ഥ, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനുമായി ഇരുന്ന് അവനെ കാണുന്നവർ മുഖം മറച്ചു തകളത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അടുത്ത വാക്യം പറയുന്നത്? അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുമെന്ന് വിചാരിച്ചു. നാം വിചാരിച്ചു ദൈവം അവനെ ദണ്ഡിപ്പിച്ചതാ, ശിക്ഷിപ്പിച്ചതാ. പക്ഷേ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം മനസ്സിലാകുവാനേ തീരും. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. ദൈവമേ, എന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാ അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത്. എത്ര പേർക്ക് ആ ഒരു ബോധ്യമുണ്ട്? നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചതെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ ഒരു വിടുതലിന് വേണ്ടി, ആ ഒരു സൗഖ്യത്തിന് വേണ്ടി, ആ ഒരു ഹല്ലേലൂയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നേൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ഇത് നിന്നെ വിടുവിക്കുന്ന ഇടയനാ. ഹല്ലേലൂയ. അതാണ് അതിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. നമ്മൾ എപ്രകാരമായിരുന്നു?
നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും അവന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞപ്പോൾ 100 ആടുകളിൽ ഒരെണ്ണം വഴി തെറ്റി കാണാതെ പോയപ്പോൾ ആ ആടിനെ അന്വേഷിച്ച് കടന്നു പോകുന്ന, അതിനെ കണ്ടെത്തുന്ന വരെ അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയനെ നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ പ്രൈസലോ നാം പലപ്പോഴും വഴി തെറ്റി പോയപ്പോൾ പോകുന്ന പോട്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞൊരു ദൈവമല്ല ഈ നല്ല ഇടയൻ. നമ്മുടെ പുറകെ വന്ന് നമ്മുടെ പുറകെ വന്ന് നമ്മെ അന്വേഷിച്ച് കടിച്ചു കീറാമാകുന്ന കടിച്ചു കീറാമാകുന്ന മൃഗങ്ങളിൽ നിന്നും, സിംഹത്തിന്റെ വായിൽ നിന്നും, സകലത്തിൽ നിന്നും വിടുവിച്ച് തന്റെ തോളിലേക്കിട്ട് ആമേൻ നമ്മെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവം, ഒരു നല്ല ഇടയൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഇത്രയും മുറിവേറ്റിട്ടും അനേക മഹാപുരോഹിതന്മാരും ജനമൊക്കെയും വിസ്തരിക്കുമ്പോഴും, അവരുടെ മുമ്പിൽ വിസ്തരിക്കപ്പെടുമ്പോഴും, 2-3 മത കോടതികളിന്മേൽ മാറി മാറി വിസ്തരിക്കപ്പെടുമ്പോഴും ഇവിടെ പറയുക 7-ാം വാക്യം, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. നമുക്ക് വേണ്ടിയാ വായെ തുറക്കാതിരുന്നത്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ വിടുതലിന് വേണ്ടിയായിരുന്നു, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടിയായിരുന്നു, നമ്മുടെ അകൃത്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. സ്വന്തം മകനെ ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, സ്വന്തം മക്കളെ വേറൊരാൾക്ക് വേണ്ടി തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നണമെങ്കിൽ ആ പിതാവിന് നമ്മോടുള്ള സ്നേഹം എത്ര വലിയതാ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ആരും ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ വേറൊരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി നമ്മൾ കൊടുക്കത്തില്ല. എന്നാൽ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നൽകി തന്നവൻ. സ്തുതിക്ക് വേണ്ടിയേ തീർന്നാട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനേ തീർന്നാട്ട് ഇവിടെ പറയുന്നത്. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം കൊണ്ടാ ഇന്ന് പകൽക്കാലം വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിൽ ഞാൻ ആയിരിക്കുന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിന് ഉറക്ക സ്തോത്രം പറഞ്ഞാട്ട്, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ പറയാ, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിപ്പിക്കുകയും ചെയ്യും എന്ന യെശയ്യാ പ്രവാചകൻ യേശു ജനിക്കുന്നതിന് 740 വർഷങ്ങൾക്കപ്പുറത്ത് പറഞ്ഞ പ്രവചനം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിറവേറപ്പെടുവാനേ തീർന്നു. ഗ്ലോറി ടു ഗോഡ്. എന്താണെന്നറിയാമോ? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുറിവേറ്റൊരു ഇടയനായി, നിന്ദിക്കപ്പെട്ട ഇടയനായി, ത്യജിക്കപ്പെട്ട ഇടയനായി, വ്യസനപാത്രമായ ഇടയനായി അവൻ തീർന്നപ്പോഴും ആടുകളെ തള്ളിപ്പറഞ്ഞില്ല, ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പിന്നെയും പറയുവാൻ തക്കവണ്ണം ഇവിടെ എത്തുന്നത്. 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുമല്ലാത്ത ഉടമസ്ഥനല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നാവയായി അവയെ പിടിക്കുകയും ചിന്നിക്കളയുകയും ചെയ്യുന്നു. കൂലിക്കാരനായിട്ട് ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാമോ?
മറ്റുള്ള മൃഗങ്ങളും ചെന്നായ്ക്കളും ഒക്കെയും കടന്നു വരുമ്പോൾ തന്റെ ജീവൻ നോക്കിക്കൊണ്ട് ഓടിപ്പോകും. എന്നാൽ നമ്മുടെ നല്ല ഇടയന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ചെന്നായി കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കാട്ടുമൃഗം കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിനെ രക്ഷിക്കുവാൻ വേണ്ടി ആ കാട്ടു ചെന്നായുടെ മുമ്പിലേക്ക്, ആ കാട്ടുമൃഗങ്ങളുടെ മുമ്പിലേക്ക് അടുത്തു വരുന്ന ഒരു നല്ല ഇടയൻ, ആ ഇടയൻ പറയുക, എനിക്ക് മുറിവേറ്റാലും കുഴപ്പമില്ല, എന്റെ ശരീരത്തിന് മുറിവേറ്റാലും കുഴപ്പമില്ല, ഈ ആടിനെ ഞാൻ വിടുവിക്കുവാൻ എത്തിയിരുന്ന ഇടയനാ. അതാ നല്ല ഇടയന്റെ പ്രത്യേകത. എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഈ ആട് വിടുവിക്കപ്പെടണം. ആടിനെ വിടുവിക്കാൻ ചെല്ലുമ്പോൾ, ആടിനെ പിടിക്കാൻ വേണ്ടി വരുന്ന ചെന്നായ്ക്കട മുമ്പിലേക്ക് ഈ ഇടയൻ കടന്നു ചെല്ലുമ്പോൾ, ചെന്നായ്ക്ക് മനസ്സിലാകും, അല്ല ഇവനാണ് ഇവരെ സംരക്ഷിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഇടയന്റെ നേരെ പാഞ്ഞെടുക്കവിടെ എത്തിരും. എന്നാൽ സകലത്തിന്മേലും അധികാരമുള്ള, സകല ശക്തിയുമുള്ള, സകലത്തിന്റെയും ബലമുള്ളവൻ ചെന്നായെ വലിച്ചു കീറുവാൻ തക്കവണ്ണം ഇടയേറ്റിരുന്നത് പോലെ നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ളൊരിടയനാ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ഇവിടെ പറയുകയാ, മറ്റുള്ള ഇടയന്മാരൊക്കെയും, കൂലിക്കാരായ ഇടയന്മാരൊക്കെയും, കൂലിക്കാരായ ഇടയന്മാരുടെ പ്രത്യേകത എന്താ അറിയാമോ? അവർക്ക് കൂലി മാത്രമേ പ്രതീക്ഷ, ആടുകളെ കുറിച്ച് പ്രതീക്ഷയില്ല. എങ്ങനെ കൂലി മേടിച്ച് ജീവിക്കണമെന്ന് മാത്രമേ അവർക്ക്, ഇത്ര ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസം ജോലി ചെയ്ത്, ഹല്ലേലൂയ, അവർക്ക് കൂലി കിട്ടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ല, ആടുകളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുമില്ല. അവയെ നോക്കണമെന്നോ, അവയെ പരിപാലിക്കണമെന്നോ, അവയെ നടത്തണമെന്നോ ഒരു ആഗ്രഹവും കൂലിക്കാരൻ ഇടയിലില്ല. എന്നാൽ നല്ല ഇടയിലെ പ്രത്യേകത, ആടിനാവശ്യമായിട്ടുള്ള പരിപാലനം, കരുതൽ, നടത്തിപ്പുകൾ, ആഹാരം, വെള്ളം എല്ലാം നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയേറ്റീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അതിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഒത്തിരി ഇടയന്മാരുണ്ട്. കൂലി മാത്രം പ്രതീക്ഷയുണ്ട്, ആടുകളെ കുറിച്ച് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവരെ കരുതുവാനോ നോക്കുവാനോ നടത്തുവാനോ വേണ്ട ആഹാരം കൊടുക്കുവാനോ ഒന്നും കഴിയാതെ കൂലി മാത്രം പ്രതീക്ഷ നടക്കുന്ന ഇടയന്മാരുള്ളപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ നല്ല ഇടയൻ ഇവിടെ പറയുകയാ, 14-ാം വാക്യം, ഞാൻ നല്ല ഇടയൻ. പ്രൈസ് ദി ലോർഡ്. പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പം എന്റെ ഇടയൻ എന്നെ അറിയാം. ആ ഇടയന്റെ ആടിനെ നന്നായി അറിയുന്ന ദൈവം, അതിനെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. ഹല്ലേലൂയ. യഹൂദ നാട്ടിലൊക്കെയും ഈ ആടുകളെ വളർത്തുമ്പോൾ അതിനെ പേരിടുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പേര് വിളിക്കുമ്പോൾ ആ ആട് ഓടി വരുവാൻ തക്കവണ്ണം ഇടയേറ്റരും. ഇതുപോലെ ഇവിടെ പറയുക, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. 15-ാം വാക്യം പറയുക, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തതോർത്ത് പ്രൈസ് ദി ലോർഡ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം വായിച്ച സങ്കീർത്തനം 23-ാം സങ്കീർത്തനം, അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ എന്റെ ഇടയനാകുന്നു, നല്ലവണ്ണം പരിപാലനവും നല്ല വിടുതലും അനേക വിഷയങ്ങൾക്ക് നടുവിൽ അനുഭവിച്ചറിഞ്ഞ ദാവീദ് പറയുക, യഹോവ എന്റെ ഇടയൻ. വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഈ 150 സങ്കീർത്തനം അല്ലെങ്കിൽ 149 സങ്കീർത്തനം അല്ലെങ്കിൽ ദാവീദിന്റെ മുഴുവൻ സങ്കീർത്തനങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് ഈ 23-ാം സങ്കീർത്തനത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ വായിക്കുമ്പോഴാണ് യഹോവ എന്റെ ഇടയൻ എന്നുള്ള മീനിങ്ങിന്റെ ഫുൾ അല്ലെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. ആ നടത്തിപ്പുകളെ കുറിച്ച് താഴോട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അതൊന്നും വിവരിക്കുവാനുള്ള സമയമില്ല. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഈ ഇടയന്റെ പ്രത്യേകതയാ. ആമേൻ.
പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം. ആമേൻ, ഹല്ലേലൂയ. ഈ ഇടയന്റെ അടുത്ത് മാത്രമേ ഇതൊക്കെ ലഭിക്കത്തുള്ളൂ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഏതവസ്ഥകളെയും ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെയും മാറ്റം വരുത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഇവിടെ പറയുന്നത്, തിരുനാമം നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വര, അതിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയുവാനുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നതൊക്കെ മരണത്തിന്റെ താഴ്വരയാ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അവസാന സ്റ്റെപ്പ് വരെ വന്ന് നിൽക്കുകയാ. അടുത്ത സ്റ്റെപ്പ് കാലെടുത്ത് വെച്ചാൽ അത് മരണത്തിന്റെ താഴ്വരയാ. മരണത്തിലേക്ക് വീഴുകയാ. ഹല്ലേലൂയ. ഒത്തിരി താഴ്വരയെ കുറിച്ച് ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. കണ്ണുനീരിന്റെ താഴ്വര ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ മരണത്തിന്റെ താഴ്വര, കൂരിരുൾ താഴ്വര. എന്നാലും ഞാൻ ഭയപ്പെടുന്നില്ലെന്ന് പറയുകയാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മെ പരിപാലിക്കുന്ന, നമ്മെ താങ്ങുന്ന, ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ ഈ ലോകത്തിൽ ഭയപ്പെടേണ്ട ഒന്നുമില്ലെന്ന് നാം മനസ്സിലാക്കണം. ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഒരിക്കലൊരു കടൽ തീരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്റെ ദൈവത്തെ കുറിച്ചുള്ള ചിന്തകളുമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങി കടന്നു പോകുകയാണ്. കാൽപ്പാടുകൾ ഇങ്ങനെ ചവിട്ടി കടന്നു പോകുമ്പോൾ താനൊന്ന് തിരിഞ്ഞു നോക്കുവാനിടയെ തീർന്നു. ഞാൻ കടന്നു വന്ന കാൽപ്പാടുകൾ. അപ്പോൾ തന്റെ കാൽപ്പാടുകൾ, 2 കാൽപ്പാടുകളെ കൂടാതെ തന്റെ വലതുവശത്ത് വേറെ 2 കാൽപ്പാടുകൾ കൂടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെടുവാൻ തക്കവണ്ണം തീർന്നു. ആമേൻ. നീ കടന്നു പോകുന്ന സ്ഥാനത്ത്, നീ പോകുന്ന മേഖലകളിന്മേൽ, ഹല്ലേലൂയ, എന്റെ കാൽപ്പാടുകൾ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് എന്റെ കാൽപ്പാടുകൾ നിനക്ക് കാണാൻ കഴിയുന്നത്. നീ നോക്കുമ്പോൾ നീ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിന്നോട് കൂടെ എപ്പോഴുമുണ്ട്. അതുകൊണ്ട് എന്റെ കാൽപ്പാടുകൾ നിന്റെ കാൽപ്പാടുകളോട് ചേർന്ന് കാണുവാനിടയെ തീർന്നത്. ഇച്ചിരി മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ, കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ അദ്ദേഹം പിന്നെയും തിരിഞ്ഞു നോക്കുവാനിടയെ തീർന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? തന്റെ 2 കാൽപ്പാടുകൾ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. അന്നേരം ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെടുവാനിടയെ തീർന്നു. ഇപ്പോൾ, അല്ലെങ്കിൽ ആ മനുഷ്യൻ ചിന്തിക്കുവാനിടയെ തീർന്നു, ഇപ്പോൾ എന്റെ ദൈവം എന്നോ കൂടെ ഇല്ലയോ? ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇപ്രകാരം ഇടപെടുവാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാണുന്ന കാൽപ്പാടുകൾ നിന്റെ കാൽപ്പാടുകളല്ല, അതെന്റെ കാൽപ്പാടുകളാ. പിന്നെയോ നീ എവിടാന്നറിയാമോ? നീ എന്റെ കരത്തിൽ, 2 കരത്തിലും സുരക്ഷിതമായി ഞാൻ നിന്നെ വഹിച്ചുകൊണ്ട് നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെന്താ വിളിച്ചറിയിക്കുന്നറിയാമോ? നിനക്ക് മുന്നോട്ട് നടക്കുവാൻ കഴിയത്തില്ലെന്ന് തോന്നുന്ന വിഷമകരമായ വിഷയങ്ങൾക്ക് നടുവിൽ, ഭാരങ്ങൾക്ക് നടുവിൽ, രോഗങ്ങൾക്ക് നടുവിൽ നിനക്ക് നടക്കുവാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നിന്നെ ചുമന്നുകൊണ്ട് നടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഹല്ലേലൂയ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ 2 കാൽ ചുവടുകൾ മാത്രം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രതിസന്ധികളുടെ നടുവിൽ എനിക്ക് മുന്നോട്ട് നടക്കുവാൻ കഴിയത്തില്ല. ഈ രോഗത്തിന്റെ നടുവിൽ എനിക്ക് മുന്നേറുവാൻ കഴിയത്തില്ല. എന്റെ ജീവിതത്തിൽ മുന്നോട്ട് നടക്കുവാൻ കഴിയത്തില്ല എന്നൊക്കെ തോന്നുന്ന നിമിഷത്തിന്മേൽ ദൈവം എന്ത് കാര്യം ചെയ്യുമെന്നറിയാമോ? ദൈവം നമ്മളെ തന്റെ കരത്തിൽ അങ്ങോട്ട് വഹിക്കും. പിന്നെ
ദൈവമാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ രണ്ട് കാൽപ്പാടുകൾ മാത്രം കാണുന്നത്. എത്രമാത്രം സ്നേഹിക്കുന്നൊരു നല്ല ഇടയൻ. ദൈവമേ, തകരാമായിരുന്നു, ഉടഞ്ഞു പോകാമായിരുന്ന സകല വിഷയങ്ങൾക്ക് നടുവിൽ നിന്ന് ദൈവം എന്നെ കരങ്ങളിൽ വഹിച്ച് ദൈവം നടത്തിയത് കൊണ്ടാണല്ലോ ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഇടയാക്കിയതോർത്തു. ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കുവാൻ ഇടയേറ്റിരുന്നാട്ട്, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയേറ്റിരുന്നാട്ട്, ഈ നാളുടെ നല്ല ഇടയൻ, എന്റെ ഇടയൻ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? എന്റെ ഇടയൻ. ആമേൻ. കൂരിരുടെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കണോ, ഒത്തിരി പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിന്റെ ചുരുക്കത്തിൽ ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുക. അതുകൊണ്ടാണ് ഈ ഇടയന്റെ പ്രത്യേകത. എന്നെ ശത്രുക്കൾ കാണുക, എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ആമേൻ. ആ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, പരാജയപ്പെട്ട സ്ഥാനത്ത് ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ഒരു ദൈവം. ഈ ഇടയന്റെ നടത്തിപ്പിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്ന വിശ്വസിക്കുവാൻ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് വിശ്വസിക്കുവാൻ ശത്രു നിന്നെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും ഈ നല്ല ഇടയൻ ഉള്ളിടത്തോളം, നടത്തുന്നിടത്തോളം കാലം നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനത്തിന് മുമ്പിൽ, ദൈവാത്മാവ് ഓർപ്പിച്ച വിഷയങ്ങൾക്ക് മുമ്പിൽ ധൈര്യപ്പെടുവാൻ യഹോവ നല്ല ഇടയനാ, എന്റെ ഇടയനാ. അതുകൊണ്ട് നിന്നെ താങ്ങുവാൻ കഴിവുള്ള, നിന്നെ പരിപാലിക്കുവാൻ കഴിവുള്ള, നിന്നെ നടത്തുവാൻ കഴിവുള്ള ആ ഇടയനെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. ദൈവാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.